ഗായകൻ പി ജയചന്ദ്രന്റെ സംസ്കാരം അല്പസമയത്തിനകം. ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ഔദ്യോഗിക ബഹുമതികളോടെ എറണാകുളത്തെ ചേന്നമംഗലം പാലിയം തറവാട്ടവളപ്പിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. മുസിന വിവരങ്ങൾ നൽകും. മുസിന, മതപരമായ ചടങ്ങുകൾ ആരംഭിച്ചോ? എന്താണ് വിവരങ്ങൾ? ഭാവഗായകൻ പി ജയചന്ദ്രന്റെ സംസ്കാര ചടങ്ങുകൾക്ക് തുടക്കമായിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. മൂസിന സൂര്യങ്ങൾ നൽകും. മൂസിന, എന്താണ് വിശദാംശങ്ങൾ? അല്പസമയത്തിനകം സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുന്നു. തറവാട്ട് അകത്ത് ഈ സംസ്കാരം നടത്തുന്ന വീട്ടുവളപ്പിൽ പാലിയം തറവാട്ട് വീട്ടുവളപ്പിൽ ക്ഷേത്രം വളപ്പിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. എന്താണെങ്കിലും ആദ്യസമയത്തിനും തന്നെ ബഹുമതികളോടെ മൃതദേഹം സംസ്കരിക്കും. രാവിലെ 8 മണിയോട് തൃശ്ശൂർ പൂങ്കുന്നത്തിൽ എറണാകുളം ചേന്നമംഗലത്തെ പാലിയം തറവാട്ട് വീട്ടുവളപ്പിലാണ് ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചത്. പിന്നെ ഫ്രെയിം കിട്ടുന്നുണ്ടോ? ടി വി ഫ്രെയിം രാവിലെ എടുത്തില്ലേ നമ്മുടെ മലയാളത്തിന്റെ ഭാവഗായകൻ പി ജയചന്ദ്രന് വിട ചൊല്ലുകയാണ് നാട്. സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പാലിയം തറവാട്ട് വീട്ടുവളപ്പിലാണ് ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുന്നത്. മൂസിന വിവരങ്ങൾ നൽകും. മൂസിന, ചടങ്ങുകൾക്ക് തുടക്കമായിരിക്കുന്നു. മൃതദേഹം അവിടെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നിടത്തേക്ക് എത്തിച്ചില്ലേ? എന്താണ് വിവരങ്ങൾ? ദിവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുന്നു. പ്രസിദ്ധമായ പറവൂരിലെ പാലിയം തറവാട്ട് വളപ്പിലാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുന്നത്. രാവിലെ 8 മണിയോടെ തൃശ്ശൂർ പൂങ്കുന്നത്തെ വീട്ടിൽ നിന്നും പി ജയചന്ദ്രൻ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ഇരിങ്ങാലക്കുട നാഷണൽ സ്കൂളിൽ മൂസിനാസുവാണ് വിവരങ്ങൾ നൽകിയത്. സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുകയാണ്. ഗായകൻ പി ജയചന്ദ്രന് വിട ചൊല്ലുകയാണ് നാട്ടുകാരും. സംസ്കാര ചടങ്ങുകൾക്ക് തുടക്കമായി. ഔദ്യോഗിക ബഹുമതികളോടെ എറണാകുളം ചേന്നമംഗലത്തെ പാലിയം തറവാട്ട് വളപ്പിലാണ് സംസ്കാര ചടങ്ങുകൾ. പൊതുദർശനത്തിനു ശേഷം അവിടെ വീട്ടിലേക്ക് കൊണ്ടുവരികയായിരുന്നു. മൃതദേഹം ഇപ്പോൾ സംസ്കാര ചടങ്ങുകളിലേക്ക് കടന്നിരിക്കുകയാണ്.
ഭാവഗായകൻ പി ജയചന്ദ്രന് അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ് കേരളം. സിനിമ, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലകളിൽ നിന്നായി നൂറുകണക്കിന് സംഗീത പ്രേമികളും സിനിമാ സ്വാധകരുമാണ് പൊതുദർശനത്തിന് വെച്ചപ്പോൾ അദ്ദേഹത്തെ കാണാനായി ആദരാഞ്ജലികൾ അർപ്പിക്കാനായി എത്തിച്ചേർന്നത്. ഇപ്പോൾ സംസ്കാര ചടങ്ങുകളിലേക്ക് കടന്നിരിക്കുകയാണ്. പാലിയത്തെ തറവാട്ട് വീട്ടുവളപ്പിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. കാലം സ്പർശിക്കാത്ത ജയചന്ദ്ര ഗാനങ്ങളുടെ പശ്ചാത്തലത്തിൽ മലയാളത്തിലെ ഭാവഗായകന് പ്രിയ സഹപ്രവർത്തകരും നാട്ടുകാരും ബന്ധുക്കളും കണ്ണീർ പൂക്കളർപ്പിക്കുകയാണ്. പൊതുദർശനത്തിന് ശേഷം സംസ്കാര ചടങ്ങുകളിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്നലെ പൂങ്കുന്നത്തെ വീട്ടിലും പൊതുദർശനമുണ്ടായിരുന്നു. അതിന് പിന്നാലെ തന്നെ സംഗീത നാടക അക്കാദമിയിലും മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിരുന്നു. സംസ്കാരത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും നിന്നായി നിരവധി ആളുകളാണ് ജയചന്ദ്രനെ കാണാനായി ആദരാഞ്ജലികൾ അർപ്പിക്കാനായി അവിടേക്കൊക്കെ എത്തിച്ചേർന്നത്. ഇന്നിപ്പോൾ എറണാകുളം ചേന്നമംഗലത്തെ വീട്ടിലേക്ക് കൊണ്ടുവരികയായിരുന്നു മൃതദേഹം. ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. മുസിനാസ് ചേരുന്നുണ്ട്. മുസിന, സംസ്കാര ചടങ്ങുകളിലേക്ക് കടന്നിട്ടുണ്ട്. അവരും അതുപോലെ തന്നെ ബന്ധുക്കളും അടുത്ത ബന്ധുക്കളും എല്ലാം സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിട്ടില്ലേ? മറ്റാരൊക്കെയുണ്ട് അവിടെ? വിവരങ്ങൾ എന്താണ്? സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞു. ഔദ്യോഗിക ബഹുമതി നൽകിയ ഉടൻ ശരി, സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതിയോടെയാണ് സംസ്കാരം. പോലീസ് ഗാർഡ് ഓഫ് ഓണർ നൽകുകയാണ്. അതിലേക്ക്
Parade. Go. Up. Parade. Order. Up. Parade. Break. Up.